കൂട്ടുകാരെ, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പയർ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണേ. എത്ര നേരം നമുക്ക് വെള്ളത്തിലിടണം, ഏത് സമയം എടുത്ത് വെക്കണം, എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരുന്നത്. ചിലവർക്കൊക്കെ ഇത് അറിയായിരിക്കും, എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് പയർ ഒരു പാവലിലേക്ക് ഇടാം. വെള്ളം ഒഴിച്ചു വെക്കണം. നിറച്ചും വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. പയർ മുങ്ങിക്കിടക്കണം, അത് കുതിരാൻ വേണ്ടിയാണേ. ഞാനിപ്പോൾ ഇത് രാവിലെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് കുതിർക്കാൻ വേണ്ടി രാത്രിയിൽ ഇനി ഇത് എടുക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിത് മൂടി വെച്ചേക്കാം. പിന്നെ നമ്മുടെ പയറെല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിലാവും. ഇനി നമുക്കിതൊരു തുണിയിലേക്ക് വാരി വെക്കാം. ഒരു തുണി എടുത്തിട്ട് നല്ലതുപോലെ വെള്ളം നനച്ച് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് ഇത് നൂത്ത് വെക്കണേ. നൂത്ത് വെച്ചിട്ട് നമുക്ക് ഈ കുതിർത്ത പയർ കുറേച്ച് വെള്ളം തോർത്തി ഇങ്ങനെ വാരിയിട്ട് കൊടുക്കണേ. തുണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തുണി നനച്ചത് ഈർപ്പം മാത്രം മതി, അല്ലാതെ വെള്ളത്തിൽ ഒഴിച്ചിട്ടേ വേണ്ട തുണി കേട്ടോ. അങ്ങനെ നമ്മൾ പയർ മൊത്തം വാരി തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇത് നന്നായൊന്ന് മൂടി വെക്കണേ. മൊത്തത്തിൽ നമ്മൾ മൂടി വെക്കണം. എന്നാലേ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്കത് മുളച്ച് നല്ലതായിട്ട് വരത്തുള്ളൂ കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഈ പാത്രത്തിനിടയിൽ കുറച്ച് വെള്ളമെങ്കിലും വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതെടുത്ത് മാറ്റണം. നമുക്കതിങ്ങനെ എടുത്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ആ വെള്ളം എല്ലാം ഞാൻ മാറ്റി കളഞ്ഞിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിരിക്കാം. നമ്മൾ ഇന്നലെ രാത്രി അടച്ചു വെച്ചിട്ടില്ലേ പയർ, നമുക്കിനി തുറന്ന് നോക്കുക. രാവിലെയാണ് ഞാൻ ഇത് തുറക്കുന്നത് കേട്ടോ. ഇനി എത്രത്തോളം അത് മുളച്ച് വന്നിട്ടുണ്ടെന്ന് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടേ, നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനായി, എത്രത്തോളം എല്ലാം മുളച്ചെന്നുള്ളത്. കണ്ട, ഇതാ കൂട്ടുകാരെല്ലാം ഇതൊന്ന് നോക്കിക്കേ, മുളച്ചിരിക്കുന്നുണ്ടോ? എല്ലാം നല്ലതുപോലെ ഇതാ മുള വന്നിരിക്കുന്നത് കണ്ടോ. ഈ പരുവത്തിന് നമുക്ക് കിട്ടും കേട്ടോ. ഒരു വെള്ളം നനവും ഇല്ല, എന്നാൽ എല്ലാം മുളച്ചിരിക്കുക. കണ്ടോ, മുളപ്പിച്ച പയർ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. പക്ഷേ ഈ ഗ്യാസിൻ്റെ അസ്വസ്ഥത ഉള്ളവർക്കെല്ലാം ഈ മുളപ്പിച്ച പയർ കഴിക്കുന്നത് ഏറ്റവും നല്ലതാട്ടോ. നമുക്ക് തോരൻ വയ്ക്കാം, സലാഡായിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഇഷ്ടം അനുസരിച്ച് കഴിക്കും. ഇങ്ങനെയാണ് നമ്മൾ പയർ മുളപ്പിച്ചെടുക്കുന്നത്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.